പാർട്ടിക്കകത്ത് കടകംപള്ളി സുരേന്ദ്രനോട് കടുത്ത എതിർപ്പുണ്ട്. ശോഭാ സുരേന്ദ്രനെ അടുത്തറിയുന്ന സ്ഥലത്ത് കൊണ്ടേ നിർത്തി കഴിഞ്ഞാൽ ആൾക്കാർ വോട്ട് ചെയ്യത്തില്ല, സ്വന്തം പാർട്ടിക്കാർ വോട്ട് ചെയ്യത്തില്ല. അടികൂടെ ആര് മത്സരിച്ചാലും കെ വി സുമേഷ് അടുത്ത തവണ ജയിക്കും, അതിൽ സംശയമൊന്നുമില്ല. CPM ഉറപ്പിച്ച സീറ്റുകളൊന്നും സീറ്റ് മുസ്ലിം ലീഗ് ഏറ്റെടുത്തിട്ട് അവരുടെ മുസ്ലിം ലീഗിൻ്റെ നേതാവ് അബ്ദുൽ കരീം ചേലേരിയെ അവിടെ പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടൈറ്റ് ഫൈറ്റിലേക്ക് പോകും. കഴക്കൂട്ടത്ത് BJP ഒരു അട്ടിമറി വിജയത്തിലേക്ക് വി മുരളീധരനെ നിർത്തിയാൽ അവിടെ സാധ്യതയുണ്ട്. നമസ്കാരം, വൈറ്റ് സ്വാൻ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമസ്കാരം സർ. നമസ്കാരം. ഇന്ന് നമ്മൾ കടന്നു പോകുന്ന രണ്ട് നിയോജക മണ്ഡലങ്ങൾ, ഒന്ന് കണ്ണൂരും അതുപോലെ തന്നെ കഴക്കൂട്ടുമാണ്. കഴക്കൂട്ടത്തേക്ക് വരുമ്പോൾ കടകംപള്ളി സുരേന്ദ്രനാണ് അവിടെ നിലവിലത്തെ MLA. ഈ കഴക്കൂട്ടം മണ്ഡലത്തിലെ ഒരു സാഹചര്യം എന്തായിരിക്കും? കഴക്കൂട്ടം മണ്ഡലം, എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1977 തോന്നുന്ന മണ്ഡലം രൂപീകൃതമായത്. തലയെടുപ്പുള്ള കോൺഗ്രസ് നേതാവായിരുന്ന, പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് എടുത്തു പറയാവുന്ന, നമ്മുടെ ആര്യട മുഹമ്മദിനെ പോലെ എടുത്തു പറയാവുന്ന തലേക്കുന്നിൽ ബഷീർ, തലയെടുപ്പുള്ള തലേക്കുന്നിൽ ബഷീറായിരുന്നു അവിടുത്തെ ആദ്യത്തെ MLA എന്നാണ് എൻ്റെ ഓർമ്മ. അതിനുശേഷം 77 AK ആൻ്റണി അവിടെ നിന്ന് മത്സരിച്ച് വിജയിക്കുന്നു. AK ആൻ്റണി CM ആവുന്നു ആ സമയത്ത്. അതേപോലെ തന്നെ പിന്നീട് 91 അവിടെ ഒരു VIP മണ്ഡലമാണ് അർത്ഥത്തിൽ. കാരണം 91 അവിടെ നിന്ന് മത്സരിച്ച് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിക്കുകയും ജയിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് MP രാഘവൻ. ആറന്മുളയിൽ മത്സരിച്ച് പരാജയപ്പെട്ടു. പുള്ളി മത്സരിക്കാത്ത മണ്ഡലങ്ങളില്ല എന്ന് പറയാം. പിന്നെ അതേപോലെ തന്നെ കഴക്കൂട്ടത്ത് പോയിട്ട് മത്സരിച്ച് പിന്നെ അവിടെ നിന്ന് 91 മത്സരിച്ച് വിജയിച്ച് കരുണാകരൻ മന്ത്രിസഭയിൽ നമ്മുടെ സഹകരണ വകുപ്പ് മന്ത്രിയായിട്ട് ചുമതല ഏറ്റെടുത്തു. ആ സമയത്താണ് പരിയാരം മെഡിക്കൽ കോളേജൊക്കെ സഹകരണ മേഖലയിൽ തുടങ്ങുന്നത്. 96 അവിടെ നിന്ന് കടകംപള്ളി സുരേന്ദ്രൻ ജയിക്കുന്നു. 2001 അവിടെ നിന്ന് ആ സീറ്റ് ഇവർ UDF മുസ്ലിം ലീഗിന് കൊടുക്കുന്നു. മുസ്ലിം ലീഗിന് കൊടുത്ത സമയത്ത് അവിടെ കോൺഗ്രസ് നേതാവായിരുന്ന, പ്രാദേശിക നേതാവായിരുന്ന MA വാഹിദ് സ്വതന്ത്രനായിട്ട് മത്സരിച്ചു. മുസ്ലിം ലീഗിന് കൊടുത്തപ്പോൾ പ്രതിഷേധിച്ചിട്ട് കോൺഗ്രസിൻ്റെ നേതാവ് റിബലായിട്ട് മത്സരിച്ച് അദ്ദേഹം വിജയിക്കുന്നു. അദ്ദേഹം പക്ഷേ പിന്നീട് കോൺഗ്രസിലേക്ക് തിരിച്ച് അടുത്ത തവണയാകുമ്പോൾ 2006 അദ്ദേഹത്തെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാക്കുന്നു. 2011 കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് വിജയിക്കുന്നു. 2016 അവിടെ കടകംപള്ളി സുരേന്ദ്രൻ വരുന്നത്. കടകംപള്ളി സുരേന്ദ്രൻ 2016 വരുമ്പോൾ ഉള്ള സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് 3-ാം സ്ഥാനത്തേക്ക് പോകുന്നു. 2016 കടകംപള്ളി സുരേന്ദ്രൻ മത്സരിക്കുന്നു, വിജയിക്കുന്നു, മന്ത്രിയാവുന്നു. കോൺഗ്രസ് 3-ാം സ്ഥാനത്തേക്ക് പോവുകയും വി മുരളീധരൻ അവിടെ നിന്ന് മത്സരിച്ച് വിജയിക്കുകയും 2-ാം സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്തു. BJP കോൺഗ്രസിനെ മറികടന്നുകൊണ്ട്. കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രനാണ് 2-ാം സ്ഥാനത്ത്. കടകംപള്ളി സുരേന്ദ്രൻ വീണ്ടും വിജയം ആവർത്തിച്ചു. കടകംപള്ളി സുരേന്ദ്രന് ഒരുപാട് ക്വാളിറ്റി ഉണ്ട്, ഡീമെറിറ്റ്സും ഉണ്ടൊക്കെ ഉണ്ട്. ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ പക്ഷേ വി മുരളീധരന് കിട്ടിയ അത്രയും വോട്ട് കിട്ടിയിട്ടില്ല. 2000-ഓളം വോട്ട് കുറവാണ് കിട്ടിയത്. കൃത്യമായിട്ടുള്ള ഡാറ്റ എടുത്തു കഴിഞ്ഞാൽ പിന്നെ 2021 കടകംപള്ളി സുരേന്ദ്രന് 63,690 വോട്ട്, ശോഭാ സുരേന്ദ്രന് 40,193 വോട്ട്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് ഡോക്ടർ SS ലാലാണ്. നമ്മുടെ WHO ഭാഗമായിട്ട്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഒക്കെ ഭാഗമായിട്ട്, ഐക്യരാഷ്ട്രസഭയുടെ ഭാഗമായിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ഡോക്ടർ SS ലാലാണ്. SS ലാലിന് 3-ാം സ്ഥാനത്തേക്ക് പോയി. 23,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് കടകംപള്ളി സുരേന്ദ്രന് കിട്ടിയത്. അതിൻ്റെ മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ കടകംപള്ളി സുരേന്ദ്രന് കിട്ടിയത് കേവലം 8,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. അന്ന് വി മുരളീധരന് 42,732 വോട്ട് കിട്ടി. ഈ 2 തവണയും BJP 2-ാം സ്ഥാനത്തെത്തി. ലോക്സഭയിലേക്കും BJP 2-ാം സ്ഥാനത്താണ്. BJPക്ക് സ്വാധീനമുള്ള ഒരു ജില്ല കൂടിയാണല്ലോ തിരുവനന്തപുരം. ആണ്. പിന്നെ കോർപ്പറേഷനും അങ്ങനെയാണ്, ഒക്കെ അങ്ങനെയാണ്. അവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴക്കൂട്ടം മണ്ഡലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കഴക്കൂട്ടം അല്ല ഇപ്പോൾ ഉള്ളത്. പഴയ കഴക്കൂട്ടത്തിൻ്റെ പല ഭാഗങ്ങളും നെടുമങ്ങാട് മണ്ഡലത്തിലേക്കും പിന്നെ കുറച്ച് ഭാഗങ്ങൾ ചിറയൻകീഴ് മണ്ഡലത്തിലേക്ക് മാറി 2008 ഡീലിമിറ്റേഷൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം. അങ്ങനെ 2011 തൊട്ടുള്ള തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിന് മുമ്പുള്ള കഴക്കൂട്ടം മണ്ഡലമല്ല ഉള്ളത്. നോർത്തിലുണ്ടായിരുന്ന ചില സ്ഥലങ്ങൾ ഇതിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുകയും ചെയ്തു. തിരുവനന്തപുരം നോർത്തിലുണ്ടായിരുന്നു. അതുപോലെ ഉള്ളൂർ, ശ്രീകാര്യം, കടകംപള്ളി, അതേപോലെ മെഡിക്കൽ കോളേജിൻ്റെ ഭാഗം, പിന്നെ പഴയ കഴക്കൂട്ടത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളും കൂടെ ചേർന്നിട്ടുള്ളതാണ്. നമ്മുടെ കേശവദാസപുരത്തിനോട് അടുത്ത് ചേർന്ന സ്ഥലങ്ങളാണ് ഈ ഉള്ളൂരെന്നൊക്കെ പറയുന്നതൊക്കെ, ശ്രീകാര്യമൊക്കെ. അവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈഴവ നായർ വോട്ടുകൾ ആണ് മെജോറിറ്റി. പഴയ കഴക്കൂട്ടത്തിൽ മുസ്ലിം വോട്ടായിരുന്നു നിർണായകം. പുതിയ കഴക്കൂട്ടത്തിൽ 2008 ശേഷമുള്ള 2011 തൊട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ വരുന്ന കഴക്കൂട്ടത്തിനകത്ത് മുസ്ലിം വോട്ടുകൾ 13,000-നും 12,000-നും 14,000-നും ഇടയ്ക്കാണ് വരുന്നത് മുസ്ലിം വോട്ടുകൾ. ഈഴവ നായർ കമ്മ്യൂണിറ്റിയാണ് ഏറ്റവും ശക്തമായിട്ടുള്ളത്. പഴയ കഴക്കൂട്ടത്തിലുണ്ടായിരുന്ന മുസ്ലിം വോട്ടുകൾ ഭൂരിഭാഗവും നെടുമങ്ങാട് മണ്ഡലത്തിലേക്കും ചിറയൻകീഴ് മണ്ഡലത്തിലേക്കും പോയി. ഇത് വെട്ടിമുറിച്ച് ഒരു കോലത്തിലാക്കി. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നഗരസ്വഭാവമുള്ള കഴക്കൂട്ടമാണ്. അവിടെ ടെക്നോ പാർക്കുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളുണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ടെക്കികളുടെയൊക്കെ ഒരു പ്രദേശമാണ്. അവിടുത്തുകാരല്ല അവിടുത്തെ വോട്ടർമാർ പലരും. ഇവിടെ നിന്ന് കേരളത്തിലെ വിവിധ മേഖലകളിൽ നിന്ന് അവിടെ കുടിയേറി വന്ന് താമസിക്കുന്ന, ഇപ്പോൾ നമ്മളെ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ കാക്കനാട്, എറണാകുളം ഒക്കെ പറയുന്ന തൃക്കാക്കര നിയമസഭാ മണ്ഡലമൊക്കെ പോലെ തന്നെയാണ്. അപ്പോൾ അതൊരു ഗ്ലോബൽ വില്ലേജ് ആയിട്ട് മാറിയിരിക്കുക. ഇന്ത്യയുടെ വിവിധ ഭാഗത്തുള്ളവരുണ്ട്, കേരളത്തിൻ്റെ വിവിധ ഭാഗത്തുള്ളവരുണ്ട്, അവരൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. ഒരു നഗരസ്വഭാവമുള്ളൊരു മണ്ഡലമാണ് ഇപ്പോൾ അത്. അവിടെ കടകംപള്ളി സുരേന്ദ്രന് ഒരുപാട് ഡ്രോബാക്സ് ഉണ്ട്. പക്ഷേ കടകംപള്ളി സുരേന്ദ്രൻ മത്സരിച്ചാൽ
പിന്നെ ജയിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ മൂന്നാമതൊരു ടൈം കൊടുക്കുമോ എന്നുള്ളത് സംശയം. കാരണം പാർട്ടിക്കകത്ത് കടകംപള്ളി സുരേന്ദ്രനോട് കടുത്ത എതിർപ്പുണ്ട്. ആനാവൂർ നാഗപ്പന് കടകംപള്ളി സുരേന്ദ്രനെ ഇഷ്ടമല്ല. വി ജോയി കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തതുപോലെ കടകംപള്ളി സുരേന്ദ്രനും സിറ്റിംഗ് MLA ആണ്. കടകംപള്ളി സുരേന്ദ്രനെ സൈഡ് ചെയ്യാനുള്ള പ്ലാനിങ് തന്നെ പാർട്ടി ലീഡർഷിപ്പിനകത്ത് ഗ്രൂപ്പിസൊക്കെ അത് വ്യക്തിപരമായിട്ടുള്ള വിഭാഗീയതയാണ്. കടകംപള്ളി സുരേന്ദ്രൻ കരുതലുള്ള ആളാണെന്ന് പറഞ്ഞാൽ ഒരു ടെലിഫോൺ സംഭാഷണം ചിലപ്പം പിന്നെ ഗ്രീഷ്മ കേട്ട് കാണും. പിന്നെ ഒരു യുവതിയെ വിളിച്ചിട്ട് പിന്നെ പുള്ളി രഹസ്യമായിട്ട് കാണാൻ വേണ്ടി വിളിക്കുമ്പം മഴയാണ്, റെയിൻകോട്ട് എടുക്കാൻ മറക്കരുത് എന്നൊക്കെ പറഞ്ഞാൽ അത്രയും കരുതലുള്ള നല്ലൊരു നേതാവാണ്. ഇത്രയും ആൾക്കാരെ പിന്നെ കൺസേൺ ആയിട്ട് കാണുന്ന അത്രയും കരുതലുള്ള ഒരു പിന്നെ നേതാവാണ്. അപ്പോൾ പൊതുവെ ആൾക്കാർക്കൊന്നും അങ്ങനത്തെ കരുതലൊന്നുമില്ല. അപ്പം വോട്ടർമാരോട് നല്ല കരുതലുള്ള ആളായതുകൊണ്ട് ഇപ്പോഴും ആ വോട്ടൊക്കെ കിട്ടാനുള്ള സാധ്യതയൊക്കെ അവിടെ ഉണ്ട്. പക്ഷേ പുള്ളിയെ നിർത്തത്തില്ല. അങ്ങനെ വരുമ്പോൾ അവിടെ SV ദീപക് SFIയിലൂടെ കടന്നു വന്ന SFIയുടെ ജില്ലാ പ്രസിഡന്റോ സെക്രട്ടറിയും കണ്ടായിരുന്നു. SV ദീപക് ആയിരിക്കും മിക്കവാറും CPMന്റെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ വരാൻ സാധ്യത എന്നാണ് മനസ്സിലാക്കുന്നത്. മറുവശത്ത് കഴക്കൂട്ടത്ത് കഴിഞ്ഞ തവണ കോൺഗ്രസിന് വേണ്ടി മത്സരിച്ച ഡോക്ടർ SS ലാൽ പുള്ളി പിന്നെ ഗ്രൗണ്ടിലുണ്ട്. മണ്ഡലത്തിൽ തോറ്റെന്നും കണ്ട് 3ാം സ്ഥാനത്ത് പോയെന്നും കണ്ട് മണ്ഡലം വിട്ടുപോയിട്ടില്ല. പക്ഷേ അവിടെ തൊട്ടപ്പുറത്ത് വർക്കലയിൽ ഒരു ഈഴവ സ്ഥാനാർത്ഥിയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ, വർക്കലയിൽ കോൺഗ്രസ് നിർത്തുന്ന ഒരു ഈഴവ സ്ഥാനാർത്ഥിയാണെങ്കിൽ കഴക്കൂട്ടത്തിൽ നായർ സ്ഥാനാർത്ഥിയെ നിർത്തണം. ഈ കമ്മ്യൂണൽ ബാലൻസിങ് വല്ലാതെ അവർ ശ്രദ്ധിക്കും. അപ്പം പിന്നെ അങ്ങനെ വന്നാൽ JS അഖിൽ എന്ന് പറഞ്ഞാൽ KSUയിലൂടെ കടന്നു വന്നാണ്. നമ്മുടെ മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയി സംസ്ഥാന പ്രസിഡന്റ് ആകുമ്പോൾ സംസ്ഥാന ഭാരവാഹിത്വത്തിലുണ്ടായിരുന്നു. JS അഖിൽ സിൻഡിക്കേറ്റ് മെമ്പറായിരുന്നു. പിന്നെ കോളേജ് യൂണിയൻ ഭാരവാഹിയായിരുന്നു. അത് മിടുക്കനായിട്ടുള്ള നല്ല പിന്നെ വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ്, ലീഡറാണ്. നമ്മൾ ഷാഫി പറമ്പിലിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞ പോലെ തന്നെ അത്രയും കാലിബറുള്ള ഒരു നല്ല ചെറുപ്പക്കാരനാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കഥ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനേക്കാളൊക്കെ അപ്പുറം സ്വന്തം നാട്ടിൽ ജനപ്രീതിയുള്ള ഒരാളാണ്, ഷാഫിയെ പോലെ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ് ഈ JS അഖിൽ. ഇപ്പോൾ തന്നെ തിരുവനന്തപുരത്ത് DCC പ്രസിഡന്റ് പാലോട് രവി മാറുകയാണെങ്കിൽ ലിസ്റ്റിൽ ആ സ്ഥാനത്തേക്ക് പ്രഥമ പരിഗണന JS അഖിലിന് പരിഗണന എന്ന് പറഞ്ഞാൽ അരുവിക്കര മുൻ MLA ആയിരുന്ന പിന്നെ ശബരിനാഥൻ, നമ്മുടെ G കാർത്തികേയൻ്റെ മകൻ ശബരിനാഥൻ പോലും 2ാം സ്ഥാനത്താണ് പരിഗണിക്കപ്പെടുന്നത് DCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക്. JS അഖിലിന് ഈ മണ്ഡലത്തിൽ കണ്ണുണ്ടെന്നുണ്ടെങ്കിൽ JS അഖിൽ DCC പ്രസിഡന്റ് സ്ഥാനം അല്ലെങ്കിൽ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ മെല്ലെ മാറി ഇവിടെ നിൽക്കാൻ നോക്കും. പക്ഷേ എന്ത് നിന്നിട്ടും കാര്യമില്ല. കഴക്കൂട്ടം മണ്ഡലം പിടിച്ചെടുക്കൽ കോൺഗ്രസിന് അസാധ്യമാണ്. അവിടെ SV ദീപക് നിന്നാൽ പോലും ടൈറ്റ് ഫൈറ്റിലേക്ക് പോവുകയും ശോഭാ സുരേന്ദ്രൻ അത്ര അവിടെ BJPക്കാർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങനെ പ്രശ്നമുണ്ട്. ശോഭാ സുരേന്ദ്രനെ അടുത്തറിയുന്ന സ്ഥലത്ത് കൊണ്ടേ നിർത്തി കഴിഞ്ഞാൽ ആൾക്കാർ വോട്ട് ചെയ്യത്തില്ല, സ്വന്തം പാർട്ടിക്കാർ വോട്ട് ചെയ്യത്തില്ല. ശോഭാ സുരേന്ദ്രനെ അതുകൊണ്ടാണ് ഓരോ സ്ഥലത്തും പുതിയ സ്ഥലത്ത് കൊണ്ടുപോയിരുന്നത്. പുതിയ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇത് എന്താണെന്ന് അറിയത്തില്ല. മീഡിയയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഈ അണ്ടിയോടെ അടുത്ത് മാങ്ങയുടെ പുളി അറിയുമ്പോഴാണ് ആൾക്കാരും അകന്നു പോകുന്നത് ശോഭാ സുരേന്ദ്രൻ. കാരണം അത്യാവശ്യം ധിക്കാരവും ധാർഷ്ട്യവും ഒക്കെയുള്ള ഒരു താല്പര്യമൊക്കെയുള്ള സ്വഭാവമാണ്. ഒരു സംഘടനാ രീതിക്കകത്തൊന്നും ഒതുങ്ങി നിൽക്കുന്ന ഒരു ടൈപ്പല്ല. പിന്നെ വിവരക്കേട് വിളിച്ചു പറയുന്നതിൽ യാതൊരു കുറവുമില്ല. ചിന്താ ജെറോമും ജേക്സി തോമസും ഒക്കെ തോറ്റുപോകും. അതിനേക്കാളും വലിയ വിവരക്കേട് വിളിച്ചു പറയും, എന്തൊക്കെയോ വിളിച്ചു പറയും. സംഘപരിവാർ സംഘടനകൾക്ക് RSSൽ ഒട്ടും താല്പര്യമില്ലാത്ത ഒരു കേഡർ ക്വാളിറ്റി ഇല്ലാത്ത ഒരാളാണ് ശോഭാ സുരേന്ദ്രന് പകരം മുൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള V മുരളീധരൻ 2026 വീണ്ടും അവിടെ മത്സരിച്ചാൽ ഒരു പക്ഷേ V മുരളീധരൻ അവിടെ നിന്ന് ജയിച്ചു വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം SV ദീപക് ആയിരിക്കും മിക്കവാറും ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി, JS അഖിലായിരിക്കും. അപ്പുറത്ത് ഈഴവയാണെങ്കിൽ, കാരണം അവർ ഈഴവെന്നായാലും പിന്നെ മാർത്തോമയും പെന്തിക്കോസും എല്ലാം കത്തോലിക്കനും ഒക്കെ നോക്കിയിട്ടാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ഇടുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ V മുരളീധരൻ ചിലപ്പോൾ കൊണ്ട് ജയിച്ചു പോകും. SV ദീപക് 2ാം സ്ഥാനത്തെത്തും. SS ലാൽ നിന്നാലും JS അഖിൽ നിന്നാൽ നന്നായി വോട്ട് പിടിക്കും. SS ലാൽ നന്നായിട്ട് വോട്ട് പിടിക്കും. JS അഖിലാണുള്ള കഴിവുള്ള ചെറുപ്പക്കാരനാണ്, നിയമസഭയിൽ വരാൻ യോഗ്യനായ ചെറുപ്പക്കാരനാണ്, പിന്നെ വളരെ ഡൗൺ ടു എർത്ത് ആണ്, ആഴത്തിൽ പിന്നെ ജനങ്ങളുടെ ഇടയിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്, കാലിബറുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ അവിടുത്തെ ഒരു വോട്ടിംഗ് പാറ്റേൺ കിടക്കുന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ട് ഒരു പക്ഷേ BJPക്ക് കേരളത്തിൽ നിയമത്തെക്കാൾ കൂടുതൽ അട്ടിമറി സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഒന്നായിട്ടാണ് മാറുക. തിരുവനന്തപുരം മണ്ഡലത്തിൽ ഉൾപ്പെടെ അതിനുള്ള അട്ടിമറി സാധ്യതയുണ്ട്. കൃഷ്ണകുമാർ ഇപ്പോൾ ഇങ്ങനെ ഈ ഇമേജിൽ നിൽക്കുകയാണെങ്കിൽ തിരുവനന്തപുരം മണ്ഡലത്തിലും അട്ടിമറിക്കുള്ള സാധ്യതയുണ്ട് നടൻ കൃഷ്ണകുമാർ മത്സരിച്ച് കഴിഞ്ഞാൽ. ഇതാണ് കഴക്കൂട്ടം മണ്ഡലത്തിന്റെ സ്ഥിതി. ഇനി നമ്മൾ മലബാറിലേക്ക് വരുമ്പോൾ കണ്ണൂർ മണ്ഡലം എടുത്തു കഴിഞ്ഞാൽ അവിടെ ഇപ്പൊ നിലവിലെ കടന്നപ്പള്ളി രാമചന്ദ്രനാണ്. എങ്ങനെയാണ് ആ ഒരു മണ്ഡലത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം 2026 ഉണ്ടാവുക? കണ്ണൂർ മണ്ഡലം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം വെച്ച് ഇത്തവണ ചിലപ്പോൾ വെച്ച് മാറാൻ സാധ്യതയുണ്ട്. കണ്ണൂർ നിയമസഭാ മണ്ഡലം കാലങ്ങളായിട്ട് അവിടെ കോൺഗ്രസ് ആണ് മത്സരിക്കുന്നത്. കോൺഗ്രസിന് മത്സരിച്ച് പലരും വിജയിച്ചിട്ടുമുണ്ട്. 1957 തന്നെ ഐക്യ കേരളം രൂപീകൃതമായപ്പോൾ തൊട്ടുള്ള മണ്ഡലമാണ്. അവിടെ ആദ്യത്തേത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കണ്ണൻ ചാലിയത്താണ് പ്രഥമ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. പിന്നീട് നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെയായ R ശങ്കർ അവിടെ നിന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട്. 67 തൊട്ടും പിന്നെ 67 അവിടെ മുസ്ലിം ലീഗ് മത്സരിച്ചിട്ടുമുണ്ട്. പിന്നീടാണ് പിന്നെ കോൺഗ്രസ്സുകാർ മത്സരിക്കാൻ തുടങ്ങിയത്. മുൻ മന്ത്രിയായിരുന്ന N രാമകൃഷ്ണൻ അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട്. K സുധാകരൻ അവിടെ നിന്ന് മത്സരിച്ച് മന്ത്രിയായിട്ടുണ്ട്.
1 തൊട്ട് 5 വരെ അദ്ദേഹം കെ സുധാകരൻ അവിടുന്ന് 96 മത്സരിച്ച് വിജയിച്ചു, 2001 മത്സരിച്ചു, 2006 മത്സരിച്ച് വിജയിച്ചു. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ലോക്സഭയിലേക്ക് മത്സരിച്ച് വിജയിച്ച ഒഴിവിൽ ഈ സീറ്റ് CPM വിട്ട് കോൺഗ്രസിലെത്തിയ അത്ഭുതക്കുട്ടിയായിട്ടുള്ള നമ്മൾ അബ്ദുള്ളക്കുട്ടിക്ക് കൊടുത്തു. അങ്ങനെ അബ്ദുള്ളക്കുട്ടി അവിടെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കുന്നു. അതിന് ശേഷം 2009 അവിടെ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച അബ്ദുള്ളക്കുട്ടി 2011 വീണ്ടും അവിടെ നിന്ന് മത്സരിച്ച് വിജയിക്കുന്നു. അത് കഴിയുമ്പോൾ പിന്നെ അബ്ദുള്ളക്കുട്ടി BJP-യിലേക്ക് പോകുന്നു. ഇതാണ് അവിടെ സംഭവിച്ചത്. കഴിഞ്ഞ 2016 21 കടന്നപ്പള്ളി രാമചന്ദ്രനാണ് മത്സരിച്ചത്. ഇത്തവണ ആ സീറ്റ് ഒരു പക്ഷേ CPM ഏറ്റെടുക്കും. കടന്നപ്പള്ളി രാമചന്ദ്രനെ പ്രായമായി, പിന്നെ പുള്ളിയുടെ കൂടെ ആരുമില്ല, പുള്ളിയേ ഉള്ളൂ. പാർട്ടിയും എന്ന് പറയുന്നത് പുള്ളി തന്നെയാണ് പാർട്ടി, അത്രയേ ഉള്ളൂ. പുള്ളി പക്ഷേ എന്ന് വെച്ചാൽ പാവം മനുഷ്യനാണ്, സാധു മനുഷ്യനാണ്, വായി കൈയിട്ടാൽ കടിക്കത്തില്ല, അങ്ങനെയുള്ള സ്വഭാവക്കാരനാണ്. അപ്പം ആർക്കും ദോഷമൊന്നും ചെയ്യത്തില്ല, ഉപദ്രവമൊന്നുമില്ല. പുള്ളി ഇനിയിപ്പോൾ രംഗത്തിനുള്ള ഭാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഈ സീറ്റ് CPM ഏറ്റെടുക്കാനാണ് സാധ്യത. CPM ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അവിടെ നിർത്താൻ സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് യുവജന കമ്മീഷൻ അധ്യക്ഷൻ ഷാജറാണ്. ഷാജർ പഴയ SFIയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു, അത് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. സംസ്ഥാന സെക്രട്ടറി ആവാൻ ഏറ്റവും യോഗ്യനായിട്ട് നിൽക്കുമ്പോഴാണ് ഇവർ VP സാനുവിൻ്റെ മേളിൽ കൂടെ കൊണ്ടുവന്നിട്ട് പിന്നെ അവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചത്. JXC തോമസിനെ VP സാനുവിനും കൂടെ. രണ്ട് VP സാനുവിന് ഡയറക്ടർ പ്രൊമോഷനാണ്. മലപ്പുറം ജില്ലാ സെക്രട്ടറി സാറിന് SFI രംഗത്ത് നിന്ന് വിടവാങ്ങൽ പ്രസംഗം നടത്തിപ്പോയ ആളാണ് VP സാനു. ആ VP സാനുവിനെ സംസ്ഥാന പ്രസിഡന്റ് ആക്കുന്നു, അഖിലേന്ത്യാ പ്രസിഡന്റ് ആക്കുന്നു, അങ്ങനെ കൊണ്ടുപോയി. അപ്പോൾ ഷാജറിനെ വെട്ടിയിട്ടാണ് കൊണ്ടുവന്നത്. പക്ഷേ ഷാജറിനെ പിന്നീട് അവിടെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. ഷാജർ ഇച്ചിരി പിന്നെ ഗൗരവ സ്വഭാവക്കാരുടെ പിന്നെ കണ്ണൂർ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ടുള്ള മുണ്ടും മടക്കി കുത്തി അടിക്കാനും പിടിക്കാനൊക്കെ പോകുക. റിജുൽ മാക്കുറ്റി പിണറായി വിജയന്റെ പരിപാടിക്കകത്ത് കരിങ്കുടി കാണിക്കാൻ ചെന്നപ്പോട്ട് ചവിട്ടിക്കുട്ടി മുലക്കി ഇട്ടതിനകത്ത് ഷാജർ ഉണ്ടായിരുന്നു. ഇപ്പം യുവജന കമ്മീഷന്റെ അധ്യക്ഷനാണ്, CPM ജില്ലാ കമ്മിറ്റി മെമ്പറാണ്. ആ സീറ്റ് CPM ഏറ്റെടുത്തിട്ട് ഷാജർ അവിടെ മത്സരിക്കാനാണ് സാധ്യത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറുവശത്ത് അഴീക്കോട് സീറ്റ് പിന്നെ 2 തവണ KM ഷാജിയിലൂടെ മുസ്ലിം ലീഗ് പിടിച്ച സീറ്റ് 2011 പിടിക്കുകയും 2016 സാക്ഷാൽ നികേഷ് കുമാർ പോയിട്ട് CPM സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ടും നിലനിർത്തുകയും ചെയ്ത സീറ്റ് കഴിഞ്ഞ തവണ KV സുമേഷിനോട്, പഴയ SFI സംസ്ഥാന പ്രസിഡന്റ് അതേപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന KV സുമേഷിന്റെ മുമ്പിൽ KM ഷാജി പരാജയപ്പെട്ടു. KM ഷാജി ഇനിയിപ്പോൾ അവിടെ നിൽക്കാൻ പോകത്തില്ല. അദ്ദേഹം ഒന്നുകിൽ കാസർഗോഡ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സുരക്ഷിത മണ്ഡലത്തിലേക്ക് അദ്ദേഹം മാറും. KM ഷാജി മുസ്ലിം ലീഗിനകത്ത്. ഈ മണ്ഡലവും കോൺഗ്രസിന്റെ കണ്ണൂർ മണ്ഡലവും തമ്മിൽ വെച്ച് മാറാൻ സാധ്യതയുണ്ട്. കാരണം കണ്ണൂർ മണ്ഡലത്തിനകത്ത്, കണ്ണൂർ സിറ്റിക്കകത്ത് മുസ്ലിം വോട്ടുകൾ നിർണായകമാണ്. മുസ്ലിം വോട്ടുകളാണ് മെജോറിറ്റി. അങ്ങനെ വരുമ്പം കണ്ണൂർ മുസ്ലിം ലീഗിന് പിന്നെ വിട്ടുകൊടുക്കുകയും അഴീക്കോട് കോൺഗ്രസ് മത്സരിക്കുകയും ചെയ്യുന്ന സ്ഥിതി വരും. അഴീക്കോട് ആര് മത്സരിച്ചാലും KV സുമേഷ് അടുത്ത തവണ ജയിക്കും, അതിൽ സംശയമൊന്നുമില്ല. CPM ഉറപ്പിച്ച സീറ്റുകളിലൊന്നൊക്കെ. കാരണം KV സുമേഷ് സൗമ്യനാണ്, ജനകീയനാണ്, ആവശ്യമില്ലാത്തൊരു വാക്ക് വായിന്ന് വരത്തില്ല, അഹങ്കാരമില്ല, ധാർഷ്ട്യമില്ല എന്നുള്ളതുകൊണ്ട് കണ്ണൂർ മണ്ഡലത്തിൽ ടൈറ്റ് ഫൈറ്റ് വരും. കണ്ണൂർ മണ്ഡലത്തിൽ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, കോൺഗ്രസ് ആണെന്നുണ്ടെങ്കിൽ റിജുൽ മാക്കുറ്റിക്ക് അവിടെ കണ്ടുണ്ട്. ഈ റിജുൽ മാക്കുറ്റി എന്ന് പറഞ്ഞാൽ പിന്നെ റോട്ടിൽ പശുക്കുട്ടിയെ വെട്ടി കൊന്നോനെ. പിന്നെ പഴയ KSUവിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ഷാഫി പറമ്പിൽ പ്രസിഡന്റ് ആകുമ്പോൾ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ഇപ്പോൾ എന്തോ ഇന്നപ്പോഴ കച്ചവടമൊക്കെ പിന്നെ ഓൺലൈനായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബിസിനസ് നടത്തിയിട്ട് രക്ഷപ്പെടട്ടെ പാവം എന്നുള്ളത് എനിക്ക് അഭിപ്രായമുള്ളൂ. കാരണം കാരണം അല്ലാതെ റിജുൽ മാക്കുറ്റി ഒന്നും ഒരിക്കലും ഒരു ജനകീയനല്ല, എവിടെയും കൊണ്ട് പ്ലേസ് ചെയ്യാൻ പറ്റിയ കാൻഡിഡേറ്റ് അല്ല, ഫൈറ്റർ പോലും അല്ല, അതിന് പറ്റുന്നില്ല. കാരണം ഇതാണ് ഈ വിവരക്കേടാണ്. പശുക്കുട്ടിയെ റോട്ടിലിരുന്ന് വെട്ടിയ അഭ്യാസം കാണിച്ചത്. അതൊക്കെ ആളുകളുടെ മനസ്സിൽ കിടക്കും. ബീഫ് നിരോധിച്ചതിനെതിരെ ഇവിടെ പശുക്കുട്ടിയെ കൊന്നേക്കുക, ഇതാണ് രസം. ഇത് പശുവിനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാം. എന്നാലും റോട്ടിലിട്ട് പരസ്യമായിട്ട് അങ്ങനെയാണോ ചെയ്യുന്നത് ഈ സാധനത്തിന്? അതിൻ്റെ ഇറച്ചി കൊടുത്തിട്ട് ഇതായിക്കോട്ടെ, ഈ വെട്ടിക്കൊല്ലുന്ന പരിപാടിക്കൊന്നും പോകാൻ പാടില്ലായിരുന്നു. അപ്പം അങ്ങനെയുള്ള അല്പനാണ്. അതുകൊണ്ട് റിജിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ റിജിലിനെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ച് കൊടുത്താൽ മതി, LDF വീണ്ടും ആ സീറ്റ് വിജയിക്കും. ഇനി അതല്ല, സീറ്റ് മുസ്ലിം ലീഗ് ഏറ്റെടുത്തിട്ട് അവരുടെ മുസ്ലിം ലീഗിൻ്റെ നേതാവ് അബ്ദുൽ കരീം ചേലേരിയെ അവിടെ പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടൈറ്റ് ഫൈറ്റിലേക്ക് പോകും. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കും. അത് ഷാജർ ഇപ്പുറത്തും കൂടെ ആണെന്നുണ്ടെങ്കിൽ, ഷാജറും അബ്ദുൽ കരീം ചേലേരിയും തമ്മിലുള്ളൊരു മത്സരമാണെന്നുണ്ടെങ്കിൽ, പിന്നെ അപ്പുറത്ത് സുമേഷിൻ്റെ മണ്ഡലത്തിലൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ കണ്ണൂർ മണ്ഡലത്തിൽ ഭയങ്കര ഫോട്ടോ ഫിനിഷിങ്ങിലേക്ക് പോകും. അവിടെ ആ മണ്ഡലത്തിൽ ഒരു പക്ഷേ 2 തവണയായിട്ട് LDF ജയിച്ചുകൊണ്ടിരിക്കുന്ന സീറ്റ് മുസ്ലിം ലീഗ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പിടിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ട്. ഭരണവിരുദ്ധ തരംഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. BJPക്ക് അത്ര വലിയ വോട്ടൊന്നും നടക്കത്തില്ല. കാരണം അവിടെ A ക്ലാസ് മണ്ഡലങ്ങളൊന്നും അവിടെ ഇല്ല. അവർക്ക് പിന്നെ മലബാറിൽ A ക്ലാസ് മണ്ഡലം എന്ന് പറയാൻ പറ്റുന്നത് അവർക്ക് ഒന്ന് ഉള്ളത് കാസർഗോഡ്, പിന്നെ മഞ്ചേശ്വരം. പിന്നെ അവർക്ക് അങ്ങനെ A ക്ലാസ് മണ്ഡലം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വന്ന് വയനാട്ടിലില്ല, കോഴിക്കോട് ജില്ലയിലും കാര്യമായിട്ട് അങ്ങനെയുള്ള A ക്ലാസ് മണ്ഡലങ്ങളില്ല, പിന്നെ മലപ്പുറം ജില്ലയിലില്ല, പിന്നെ പാലക്കാട് ജില്ലയിൽ ഷൊർണൂർ, മലമ്പുഴയൊക്കെ പാലക്കാടും ഒക്കെ ട്രൈ ചെയ്ത് നോക്കാമെന്നേ ഉള്ളൂ. അത് കുളമാക്കി വരും. ഇതാണ് സ്ഥിതി. ഒരു പക്ഷേ കഴക്കൂട്ടത്ത് BJP ഒരു അട്ടിമറി വിജയത്തിലേക്ക് VV മുരളി തന്നെ നിർത്തിയാൽ അവിടെ സാധ്യതയുണ്ട്. JS അഖിലും പിന്നെ SS ലാൽ, ഈ 2 പേരിൽ ഒരാളായിരിക്കും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി. CPMൻ്റെ സ്ഥാനാർത്ഥി മിക്കവാറും SV ദീപക് ആയിരിക്കും. കണ്ണൂർ മണ്ഡലം കോൺഗ്രസും ലീഗും വെച്ച് മാറിയാൽ അവിടെ അബ്ദുൽ കരീം ചേലേരി ആയിരിക്കും അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്, ലീഗ് മത്സരിക്കുകയാണെങ്കിൽ. ഇപ്പുറത്ത് CPMന് വേണ്ടിയിട്ട് ഷാജറായിരിക്കും. ഇനി കടന്നപ്പള്ളി രാമചന്ദ്രൻ മത്സരത്തിനുണ്ടാവില്ല. ഷാജറിനാണ് ഫസ്റ്റ് പ്രയോറിറ്റി ഉണ്ടാവുക. അതോടൊപ്പം തന്നെ അവിടെ കോൺഗ്രസ് തന്നെ മത്സരിക്കുകയാണെങ്കിൽ റിജുൽ മാക്കുറ്റി വന്ന് ധൈര്യമായിട്ടങ്ങ് തോറ്റ് അതോടുകൂടി റിജുൽ മാക്കുറ്റിയുടെ പാർലമെന്ററി വ്യാമോഹം അങ്ങ് അവസാനിക്കും.